ഹായ്, എൻ്റെ പേര് അമൽ. ക്രാക്കോൺ പി സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്ന വേൾഡ് ഹിസ്റ്ററി എന്നുള്ള ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കറിയാം, ലോകത്ത് പ്രധാനമായിട്ടും 5 വിപ്ലവങ്ങളാണ് നടന്നതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്നാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688, അമേരിക്കൻ വിപ്ലവം 1775 മുതൽ 1783 വരെ, ഫ്രഞ്ച് വിപ്ലവം 1789, ചൈനീസ് വിപ്ലവം 1911, റഷ്യൻ വിപ്ലവം 1917. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 5 വിപ്ലവങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്കാണ് ഇത്രയും വിപ്ലവങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനെ പറ്റിയിട്ടാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്, നമുക്കറിയാം, രക്തരഹിത വിപ്ലവം എന്ന്. അപ്പോൾ അത് നടക്കുന്നത് സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാലത്താണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എത്താം. ആദ്യമായിട്ട് മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശമായിരുന്നു പ്ലന്റാജനറ്റ് രാജവംശം. മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശമായിരുന്നു പ്ലന്റാജനറ്റ് രാജവംശം. ഈ പ്ലന്റാജനറ്റ് രാജവംശത്തിലെ പ്രശസ്തനായ രാജാവായിരുന്നു ജോൺ രാജാവ്. അപ്പോൾ പ്ലന്റാജനറ്റ് രാജവംശത്തിലെ പ്രശസ്തനായ രാജാവായിരുന്നു ജോൺ രാജാവ്. നമ്മൾ ഈ യുദ്ധത്തിൽ ഇംഗ്ലണ്ടിലെ ഈ മഹത്തായ വിപ്ലവം സംഭവിക്കുന്നതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചരിത്രപരമായിട്ട് കുറച്ച് സംഭവങ്ങൾ പഠിക്കാനുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1214 നടന്ന ബൂവൻ യുദ്ധം. ഈ ബൂവൻ യുദ്ധം 1214 ഇംഗ്ലണ്ടിലെ രാജാവ് ജോണും ഫ്രാൻസിലെ രാജാവ് ഫിലിപ്പും അവർ തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു 1214 ബൂവൻ യുദ്ധം. ഈ ബൂവൻ യുദ്ധത്തിൽ ഇംഗ്ലണ്ട് ദയനീയമായിട്ട് പരാജയപ്പെടുകയും പിന്നെ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരുന്ന രാജാവ് മാഗ്ന കാട്ട ഒപ്പുവെക്കുകയും ചെയ്യുന്നു. മാഗ്ന കാട്ട അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മഹത്തായ ഉടമ്പടി എന്ന്. 1215 ജൂൺ 15 മാഗ്ന കാട്ട ഒപ്പുവെക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ്, പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1215 ജൂൺ 15 മാഗ്ന കാട്ട ഒപ്പുവെക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? ഇംഗ്ലണ്ടിലെ റണ്ണിമിഡ് മൈതാനത്ത് വെച്ചാണ് ഒപ്പുവെക്കുന്നത്. ജോൺ രാജാവാണ് ഒപ്പുവെക്കുന്നത് കേട്ടോ. 1215 ജൂൺ 15 ജോൺ രാജാവാണ് മാഗ്ന കാട്ടയിൽ ഒപ്പിടുന്നത്. എവിടെ വെച്ച്? റണ്ണിമിഡ് മൈതാനത്ത് വെച്ചിട്ടാണ് ഒപ്പിടുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് മാഗ്ന കാട്ട. ബ്രിട്ടീഷ് ഭരണഘടനയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഒന്നാണ് മാഗ്ന കാട്ട. ഇതിനകത്ത് 61 വ്യവസ്ഥകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 61 വ്യവസ്ഥകളാണ് മാഗ്ന കാട്ടയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഹേബിയസ് കോർപ്പസ്, ജൂറി മുഖാന്തരമുള്ള വിചാരണ, ഇതിനൊക്കെ തുടക്കം കുറിച്ചത് എന്താണ്? മാഗ്ന കാട്ടയിലൂടെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഹേബിയസ് കോർപ്പസ്, ജൂറി മുഖാന്തരമുള്ള വിചാരണ, ഇതിനൊക്കെ തുടക്കം കുറിച്ചത് മാഗ്ന കാട്ടയിലാണ് 1215. ഈ മാഗ്ന കാട്ട അറിയപ്പെടുന്ന മറ്റു 2 പേരുകളാണ് ഗ്രേറ്റ് ചാർട്ടർ, റോയൽ ചാർട്ടർ എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ സമയത്ത് ഇംഗ്ലണ്ടിലെ പോപ്പ് ഇന്നസെന്റ് 3 ആ സമയത്ത് പോപ്പ്. പിന്നെ ധനകാര്യ നിയന്ത്രണം പാർലമെന്റിൽ നിക്ഷിപ്തമാക്കണമെന്ന് പരാമർശിക്കുന്ന ഒരു ഉടമ്പടിയാണ് മാഗ്ന കാട്ട. അതൊക്കെ പ്രധാനമായിട്ടും വരുന്നൊരു പോയിന്റാണ്. ഇനി ശതവത്സര യുദ്ധത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇംഗ്ലണ്ട് ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് ശതവത്സര യുദ്ധം. AD 1337 മുതൽ 1453 വരെ നടന്ന യുദ്ധമാണ് ശതവത്സര യുദ്ധം. നമുക്കറിയാം, ഈ ശതവത്സര യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പഠിക്കും. അപ്പോൾ ഇംഗ്ലണ്ട് ഫ്രാൻസും തമ്മിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധം. അതും ഈ ശതവത്സര യുദ്ധത്തിന്റെ ബാക്കി ഭാഗമായിട്ട് സംഭവിച്ചതാണ്. മെയ്ഡ് ഓഫ് ഓർലയൻസ്. ഈ ശതവത്സര യുദ്ധം പഠിക്കുമ്പോൾ മെയ്ഡ് ഓഫ് ഓർലയൻസ് നമ്മളൊരു പേര് കേൾക്കും. അത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോവാൻ ഓഫ് ആർക്കാണ് മെയ്ഡ് ഓഫ് ഓർലയൻസ് എന്നറിയപ്പെടുന്നത്. അപ്പം മെയ്ഡ് ഓഫ് ഓർലയൻസ് എന്നറിയപ്പെടുന്നത് ജോവാൻ ഓഫ് ആർക്കാണ്. അതായത് ശതവത്സര യുദ്ധ സമയത്ത് ഫ്രാൻസിലെ ഓർലയൻസ് നഗരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ബാലികയാണ് ജോവാൻ ഓഫ് ആർക്ക്. അതുകൊണ്ട് തന്നെ മെയ്ഡ് ഓഫ് ഓർലയൻസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ജോവാൻ ഓഫ് ആർക്കാണ്. ഇനി 1485 മുതൽ 1603 വരെ 1485 മുതൽ 1603 വരെ ഇംഗ്ലണ്ടിൽ രാജവംശമായിരുന്നു ട്യൂഡർ രാജവംശം. പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള 2 രാജവംശങ്ങളെ പറ്റിയാണ്. അതിൽ ഒന്നാണ് ട്യൂഡർ രാജവംശവും മറ്റേതാണ് സ്റ്റുവർട്ട് രാജവംശവും. നമുക്കറിയാം, ഈ വിപ്ലവം സംഭവിക്കുന്നത് സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാലത്താണ്. എന്നാണ്? 1688 സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിനു മുമ്പ് 1485 മുതൽ 1603 വരെ ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശമായിരുന്നു ട്യൂഡർ രാജവംശം. ഈ ട്യൂഡർ രാജവംശത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി 7 അപ്പോൾ ട്യൂഡർ രാജവംശത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി 7 ഇനി സ്റ്റുവർട്ട് രാജവംശത്തിലേക്ക് നമുക്ക് വരാം. 1603 മുതൽ 1714 വരെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. 1603 മുതൽ 1714 വരെയായിരുന്നു സ്റ്റുവർട്ട് രാജവംശത്തിന്റെ കാലഘട്ടം. അതിനകത്ത് ആ സമയത്ത് ഇംഗ്ലണ്ടിൽ പ്രധാനപ്പെട്ട 2 ക്രിസ്ത്യൻ സഭകൾ ഉണ്ടായിരുന്നു. ഒന്ന് ആംഗ്ലിക്കൻ സഭയും പിന്നെ പ്യൂരിറ്റൻ സഭയും. ഈ ആംഗ്ലിക്കൻ സഭ എന്ന് പറഞ്ഞാൽ അത് രാജാധികാരത്തോടൊപ്പം നിന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവിന്റെ ഭരണം മതി എന്ന് പറഞ്ഞിട്ട് രാജാധികാരത്തോടൊപ്പം നിന്ന ഒരു സഭയാണ് ആംഗ്ലിക്കൻ സഭ. എന്നാൽ പ്യൂരിറ്റൻ സഭ നേരെ വിപരീതമായിട്ട് പാർലമെന്റിനും മധ്യവർഗത്തിന്റെ ഒപ്പം നിന്ന ഒരു സഭയായിരുന്നു പ്യൂരിറ്റൻ സഭ. അപ്പോൾ 1603 നമ്മൾ പഠിച്ചു സ്റ്റുവർട്ട് രാജവംശം സ്ഥാപിക്കപ്പെട്ടെന്ന്. ഈ 1603 സ്റ്റുവർട്ട് രാജവംശം സ്ഥാപിച്ചത് ജെയിംസ് 1 അപ്പോൾ സ്റ്റുവർട്ട് രാജവംശത്തിന്റെ സ്ഥാപകനാണ് ജെയിംസ് ഒന്നാമൻ. പ്രധാന രാജാക്കന്മാർ, നമുക്ക് സ്റ്റുവർട്ട് രാജവംശത്തിൽ പ്രധാനമായിട്ട് 4 രാജാക്കന്മാരാണ് ഉള്ളത്.
അതിലൊന്നാണ് ജെയിംസ് ഒന്നാമൻ, ചാൾസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ, ജെയിംസ് രണ്ടാമൻ. നമുക്കറിയാം ജെയിംസ് 1, ചാൾസ് 1, ചാൾസ് 2, ജെയിംസ് 2. ഇത് ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ ഈ വിപ്ലവം പഠിക്കുമ്പോൾ കാണാപ്പാഠം പഠിക്കുന്നതിലും നല്ലത് ഒരു കഥ പോലെ നൈസ് പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്കറിയാം സ്റ്റുവർട്ട് രാജവംശത്തിന്റെ സ്ഥാപകൻ ജെയിംസ് ഒന്നാമനാണ്. 1603 ജെയിംസ് ഒന്നാമൻ സ്റ്റുവർട്ട് രാജവംശം സ്ഥാപിക്കുന്നത്. ജെയിംസ് ഒന്നാമൻ, ചാൾസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ, ജെയിംസ് രണ്ടാമൻ. വിപ്ലവം നടക്കുന്നത് നമുക്കറിയാം നാലാമത്തെ രാജാവായ ജെയിംസ് 2ന്റെ കാലഘട്ടത്താണ് വിപ്ലവം നടക്കുന്നത്. ഇനി ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഒന്നാമനാണ്. അപ്പൊ അതിലാണ് തന്നെ നമുക്ക് ആ രാജാവിന്റെ നയം എന്താ നമുക്ക് മനസ്സിലാവും. ഈ ജെയിംസ് ഒന്നാമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക മതവിശ്വാസികൾ കൂടുതൽ പ്രാധാന്യം നൽകുകയും ഈ രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവദത്തമാണെന്ന് വിശ്വസിച്ച ഒരു രാജാവായിരുന്നു ജെയിംസ് ഒന്നാമൻ. അപ്പോൾ ഈ മധ്യവർഗത്തിനും അല്ലാതെ സാധാരണക്കാർക്കൊന്നും പ്രാധാന്യം നൽകിയിരുന്നില്ല ജെയിംസ് ഒന്ന്. അദ്ദേഹം വിചാരിച്ചിരുന്നത് രാജാവിന്റെ അധികാരമെല്ലാം ദൈവദത്തമാണ്, പിന്നെ ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്നൊരു കോട്ട് പറഞ്ഞതും ജെയിംസ് ഒന്നാമനാണ്. 1625 ചാൾസ് ഒന്നാമൻ അധികാരമേറ്റു. 1625 ചാൾസ് ഒന്നാമൻ അധികാരമേറ്റു. ജെയിംസ് ഒന്നാമന്റെ അതേ നിലപാട് തന്നെയായിരുന്നു ചാൾസ് ഒന്നാമനും. നമുക്കറിയാം സ്റ്റുവർട്ട് രാജവംശത്തിലെ ആദ്യത്തെ 2 രാജാക്കന്മാരും പാർലമെന്റുമായിട്ട് തർക്കത്തിലായിരുന്നു. അവര് രണ്ടും ആ രാജാവിന്റെ അധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ച് അങ്ങനെ ആ രീതിയിൽ ഭരണം നടത്തിയ വ്യക്തികളായിരുന്നു ആദ്യത്തെ 2 രാജാക്കന്മാരും, ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. 1625 ചാൾസ് ഒന്നാമൻ അധികാരമേക്കുന്നത് ജെയിംസ് ഒന്നിന് ശേഷം. അങ്ങനെ ഇരിക്കുമ്പോൾ 1628 സ്പെയിനുമായിട്ടൊരു യുദ്ധം വരുന്നത്. ഈ സ്പെയിനുമായിട്ട് ഒരു യുദ്ധം വരുന്ന 1628 നമുക്കറിയാം യുദ്ധം വരുമ്പോൾ രാജാവിന് എന്തായാലും പാർലമെന്റിന്റെ സഹായം ആവശ്യമുണ്ട്. ഒരുപാട് യുദ്ധത്തിന് വേണ്ട പണം പിരിക്കുന്നത് നികുതികളിലൂടെയാണ്. അപ്പൊ ആ നികുതി പിരിക്കണമെങ്കിൽ പാർലമെന്റിന്റെ അംഗീകാരം വേണം. അതിനു വേണ്ടിയിട്ട് 1628 രാജാവ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു. ആ പാർലമെന്റ് വിളിച്ചു കൂട്ടുകയും പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ 1628 ചാൾസ് ഒന്നാമൻ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ചാൾസ് ഒന്നാമൻ ഒപ്പുവെക്കുന്നത്. ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ കുറച്ച് വ്യവസ്ഥകൾ പറയുന്നുണ്ട്. പാർലമെന്റിന് അനുമതി ഇല്ലാതെ നികുതി പിരിക്കരുത്, പാർലമെന്റിന് അനുമതി ഇല്ലാതെ യുദ്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, കാരണങ്ങളില്ലാതെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യരുത്, ഇങ്ങനെ കുറച്ച് വ്യവസ്ഥകളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് പാർലമെന്റ്. അപ്പം ആ യുദ്ധത്തിന് ശേഷം 1629 രാജാവ് ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിലെ വ്യവസ്ഥകളെല്ലാം ലംഘിക്കുകയാണ്. അങ്ങനെ 1629 മുതൽ 1640 വരെ രാജാവിന്റെ ഏകാധിപത്യ ഭരണമാണ്. 11 വർഷം നീണ്ട 11 വർഷം രാജാവിന്റെ ഏകാധിപത്യ ഭരണമായിരുന്നു. ഇതാണ് ഇറ ഓഫ് തൈറണി എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1628 സ്പെയിനുമായിട്ട് യുദ്ധം വരുന്നു. അതിന്റെ ഭാഗമായിട്ട് രാജാവ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ 1628 രാജാവ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെക്കുന്നു. എന്നാൽ അതിനകത്തെ വ്യവസ്ഥകളെല്ലാം രാജാവ് ലംഘിക്കുകയാണ്. അങ്ങനെ 1629 മുതൽ 1640 വരെ നീണ്ട 11 വർഷം രാജാവിന്റെ ഏകാധിപത്യ ഭരണമായിരുന്നു. ആരുടെ? ചാൾസ് ഒന്നാമന്റെ. അതാണ് ഇറ ഓഫ് തൈറണി എന്നറിയപ്പെടുന്നത്. ഇനി അതിനുശേഷം 1640 സ്കോട്ട്ലൻഡുമായിട്ടൊരു യുദ്ധം വരുന്നു. അപ്പൊ നമുക്കറിയാം ഈ യുദ്ധം വരുമ്പോൾ പാർലമെന്റിന്റെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെ പാർലമെന്റിനെ വീണ്ടും വിളിച്ചു കൂട്ടുന്നു. എന്ന് 1640 സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധം വരുമ്പോൾ പാർലമെന്റിനെ വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ അന്ന് വന്ന ആ പാർലമെന്റ് പിന്നീട് പിരിഞ്ഞു പോയില്ല. ആ പാർലമെന്റ് 1640 മുതൽ 1660 വരെ നിലകൊണ്ടു. അതാണ് ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇംഗ്ലണ്ടിലെ ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്ന 1640 മുതൽ 1660 വരെ നിലകൊണ്ട പാർലമെന്റാണ്. ഈ 1642 ഇംഗ്ലണ്ടിൽ ഒരു ആഭ്യന്തര യുദ്ധം സംഭവിക്കുന്നുണ്ട്. 1642 ഇംഗ്ലണ്ടിൽ ഒരു ആഭ്യന്തര യുദ്ധം സംഭവിക്കുന്നുണ്ട്. ആഭ്യന്തര യുദ്ധത്തിന്റെ ഭാഗമായിട്ട് 1642 ന്യൂ മോഡൽ ആർമി സ്ഥാപിക്കുന്നു ഇംഗ്ലണ്ടിൽ. ന്യൂ മോഡൽ ആർമി ആരാണ് സ്ഥാപിക്കുന്ന? ഒലിവർ ക്രോംവെൽ ആണ് ന്യൂ മോഡൽ ആർമി സ്ഥാപിക്കുന്നത്. ആരാണ്? ഒലിവർ ക്രോംവെൽ ആണ് ന്യൂ മോഡൽ ആർമി സ്ഥാപിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 1640 സ്കോട്ട്ലൻഡുമായിട്ട് യുദ്ധം വരുന്നു. അതിനുശേഷം പാർലമെന്റിനെ വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ 1640 മുതൽ 1660 വരെ ആ പാർലമെന്റ് ഭരണം നടത്തുന്നു. ആ പാർലമെന്റാണ് ലോങ് പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. അതിന്റെ ഇടയ്ക്കാണ് 1642 ഒരു ആഭ്യന്തര യുദ്ധമൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ ആഭ്യന്തര യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ന്യൂ മോഡൽ ആർമി സ്ഥാപിക്കുന്നത് ഒലിവർ ക്രോംവെല്ലാണ്. ഒലിവർ ക്രോംവെൽ ഇംഗ്ലീഷ് നെപ്പോളിയൻ, ലോർഡ് പ്രൊട്ടക്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒലിവർ ക്രോംവെല്ലാണ് കേട്ടോ. ഇംഗ്ലീഷ് നെപ്പോളിയൻ, ലോർഡ് പ്രൊട്ടക്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഒലിവർ ക്രോംവെല്ലാണ്. 1649 ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് ചാൾസ് ഒന്നാമനെ 1649 വധശിക്ഷയ്ക്ക് വിധേയനാക്കും. 1649 കോമൺവെൽത്ത് ഗവൺമെന്റ് നിലവിൽ വരും. അപ്പൊ ഈ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിൽ വരുന്ന ഒരു ഗവൺമെന്റ് ആണ് കോമൺവെൽത്ത് ഗവൺമെന്റ്. കോമൺവെൽത്ത് ഗവൺമെന്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റംബ് പാർലമെന്റ്. അപ്പൊ റംബ് പാർലമെന്റ് കോമൺവെൽത്ത് ഗവൺമെന്റ് ഒന്നാണ്, അത് മറന്നു പോകരുത്. അപ്പം 1649 ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു. അതിനുശേഷം 1649 കോമൺവെൽത്ത് ഗവൺമെന്റ് നിലവിൽ വരുന്നു. ആരുടെ നേതൃത്വത്തിൽ? ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിൽ നിലവിൽ വരുന്നതാണ് കോമൺവെൽത്ത് ഗവൺമെന്റ്. കോമൺവെൽത്ത് ഗവൺമെന്റിന്റെ മറ്റൊരു പേരാണ് റംബ് പാർലമെന്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ.
പിന്നെ നമ്മൾ പഠിച്ചു ഇംഗ്ലീഷ് നെപ്പോളിയൻ, ലോർഡ് പ്രൊട്ടക്ടർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒലിവർ ക്രോംവെല്ലാണെന്ന് നമ്മൾ പഠിച്ചു. 1649 1649 മുതൽ 1660 വരെയാണ് കോമൺവെൽത്ത് കാലഘട്ടം. 1649 മുതൽ 1660 വരെ അറിയപ്പെടുന്നതാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അങ്ങനെ 1658 ക്രോംവെൽ അന്തരിക്കുകയാണ്. 1648 ക്രോംവെൽ അന്തരിക്കുകയാണ്. ശരിക്കും ഈ രാജാധികാരമൊക്കെ നിന്നെങ്കിലും പൂർണ്ണമായിട്ട് ഏകാധിപത്യം അവസാനിച്ചു എന്ന് നമുക്ക് ഒലിവർ ക്രോംവെലിന്റെ കാലഘട്ടത്തിലും പറയാൻ പറ്റില്ല. കാരണം ഒലിവർ ക്രോംവെലും ഏകദേശം ഒരു ഏകാധിപതി പോലെയാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ 1658 നമ്മുടെ ജനറൽ മങ്ക് വിളിച്ചു കൂട്ടിയ കൺവെൻഷണൽ പാർലമെന്റ് രാജാധികാരം പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് 1660 ചാൾസ് രണ്ടാമൻ അധികാരമേക്കുന്നത് എന്ന് 1660 ചാൾസ് രണ്ട് അധികാരമേക്കുന്നു. നമുക്കറിയാം സ്റ്റുവർട്ടിലെ ആദ്യത്തെ രണ്ട് രാജാക്കന്മാരായ ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും പാർലമെന്റുമായിട്ട് ഭയങ്കര തർക്കത്തിലായിരുന്നു. അവര് രാജാവിന്റെ അധികാരം ദൈവദത്തമാണ്, പിന്നെ കത്തോലിക്ക മതവിശ്വാസികൾ കൂടുതൽ പ്രാധാന്യം നൽകി, അങ്ങനെയൊക്കെയാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ചാൾസ് രണ്ടാമൻ അധികാരമേറ്റു. അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർലമെന്റുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പാർലമെന്റുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1685 പിന്നീട് 1685 ജെയിംസ് രണ്ടാമൻ അധികാരത്തിൽ വന്നു. നമുക്കറിയാം ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം സംഭവിക്കുന്ന ഈ ജെയിംസ് രണ്ടിന്റെ കാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ 4 രാജാക്കന്മാരെ ഓൾറെഡി പഠിച്ച വെച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഇത് മനസ്സിലാവും. ജെയിംസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ, ജെയിംസ് രണ്ടാമൻ. അങ്ങനെയാണ് ഇപ്പൊ ജെയിംസ് രണ്ടിന്റെ കാലഘട്ടത്താണ് ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം സംഭവിക്കുന്നത്. ഇംഗ്ലണ്ടിൽ രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളാണ് വിഗുകളും ടോറികളും. ഇവരുടെ പ്രധാന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് വിഗുകളും ടോറികളും. ഇപ്പോൾ 1688 ഈ വിഗുകളും ടോറികളും കൂടി ചേർന്നിട്ട് ഈ രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുകയാണ്. സമയത്ത് രാജാവിനൊരു പുത്രനൊക്കെ ജനിക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെയും ആ പുത്രനും വളർന്നു വന്ന് ഇതേപോലെ രാജാധികാരം തുടർന്നു പോകുമെന്നുള്ള പേടിയുണ്ട് അവിടുത്തെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളായ വിഗുകളും ടോറികളും ചേർന്ന് ജെയിംസ് രണ്ടാമനെ സ്ഥാനഭ്രഷ്ടനാക്കുകയാണ് 1688. ഇതാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇതാണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഈ ജെയിംസ് രണ്ടാമൻ ആ സമയത്ത് അഭയം തേടിയത് ഫ്രാൻസിലേക്കാണ് കേട്ടോ, മറന്നു പോകരുത്. അപ്പൊ ഫ്രാൻസിലേക്കാണ് ജെയിംസ് രണ്ട് അഭയം തേടുന്നത്. ശേഷം രാജാവാവുന്നത് ജെയിംസ് രണ്ടിന്റെ മകൾ മേരിയും ഭർത്താവ് വില്യം മൂന്നാമനുമാണ്. അപ്പം ജെയിംസ് രണ്ടാമന്റെ മകൾ മേരിയും ഭർത്താവ് വില്യം മൂന്നാമനുമാണ് അതിനുശേഷം ഇംഗ്ലണ്ടിൽ രാജാവാകുന്നത്. ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെ 1689 ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുകയാണ്. 1689 ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെക്കുന്നത്. 1689 പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ബിൽ ഓഫ് റൈറ്റ്സും മാറിപ്പോരുത്. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് നമ്മൾ പറഞ്ഞു 1628 പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെക്കുന്നത്. അത് സ്പെയിനുമായിട്ട് യുദ്ധം വന്ന ആ ഒരു സമയത്താണ് ഒപ്പുവെക്കുന്നത്. എന്നാൽ ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിന് ശേഷം ഒപ്പുവെക്കുന്നതാണ്, രക്തരഹിത വിപ്ലവത്തിന് ശേഷം ഒപ്പുവെക്കുന്നതാണ് ബിൽ ഓഫ് റൈറ്റ്സ് 1689. ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ കുറച്ച് വ്യവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ രാജാവിന് നിയമങ്ങൾ തടഞ്ഞു വെക്കാനുള്ള അധികാരമില്ല, പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ നികുതികൾ നിയമാനുസൃതമല്ല. ഇപ്പൊ എന്താണ്, രാജാവിന് നിയമങ്ങൾ തടഞ്ഞു വെക്കാനുള്ള അധികാരമില്ല, പിന്നെ പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ നികുതികൾ നിയമാനുസൃതമല്ല. അതായത് നികുതികൾ എന്തെങ്കിലും പുതിയ നികുതി ചുമത്തണമെങ്കിൽ പാർലമെന്റിന്റെ അംഗീകാരം വേണ്ടി വരും. ഇനി സമാധാന കാലങ്ങളിൽ രാജാവിന് സൈന്യത്തെ പുലർത്താൻ പാടില്ല. പിന്നെ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം പാർലമെന്റിനാണ്. റോമൻ കത്തോലിക്ക വിശ്വാസി ഇംഗ്ലണ്ടിലെ രാജാവാകാൻ പാടില്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ബിൽ ഓഫ് റൈറ്റ്സിലെ വ്യവസ്ഥകൾ. ഈ റോമൻ കത്തോലിക്ക നമുക്കറിയാം, രാജാക്കന്മാരെന്താണ് കത്തോലിക്ക മതവിശ്വാസികൾ കൂടുതൽ പ്രാധാന്യം കൊടുത്താണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമായത്, ഈ വിപ്ലവം സംഭവിക്കാൻ തന്നെ കാരണമായത്. അപ്പൊ അതുകൊണ്ട് തന്നെ റോമൻ കത്തോലിക്ക വിശ്വാസി ഇംഗ്ലണ്ടിലെ രാജാവാകാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയും കൂടെ ബിൽ ഓഫ് റൈറ്റ്സിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നുകൂടെ പറയാം, ബിൽ ഓഫ് റൈറ്റ്സിലെ വ്യവസ്ഥകൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. രാജാവിന് നിയമങ്ങൾ തടഞ്ഞു വെക്കാനുള്ള അധികാരമില്ല, പാർലമെന്റിന്റെ അനുമതിയില്ലാതെ നികുതികൾ നിയമാനുസൃതമല്ല, സമാധാന കാലങ്ങളിൽ രാജാവിന് സൈന്യത്തെ പുലർത്താൻ പാടില്ല, തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം പാർലമെന്റിനാണ്, റോമൻ കത്തോലിക്ക വിശ്വാസി ഇംഗ്ലണ്ടിന്റെ രാജാവാകാൻ പാടില്ല. ഇത്തരം വ്യവസ്ഥകളാണ് ബിൽ ഓഫ് റൈറ്റ്സിലുള്ളത്. അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇംഗ്ലണ്ടിലെ വിപ്ലവത്തിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് 1688 ശേഷം ഇംഗ്ലണ്ടിൽ സംഭവിച്ചൊരു മാറ്റമാണ് ഫ്യൂഡൽ സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഇംഗ്ലണ്ടിൽ നിന്ന് തുടച്ചു. പിന്നെ പൊതുസഭയ്ക്ക് പരമാധികാരം ലഭിച്ചു. ഏകാധിപത്യ ഭരണം ഇംഗ്ലണ്ടിൽ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ വിശദമായ നോട്ട് ടെലിഗ്രാം ചാനലിലുണ്ടാവും. ഞാൻ എന്തായാലും പോയിന്റുകൾ ഒന്നും കൂടെ ഞാൻ ഷോർട്ടാക്കിയിട്ട് പറഞ്ഞുതരാം. നമുക്കറിയാം 1214 ഭൂവൻ യുദ്ധം നടക്കുന്നു. ജോൺ രാജാവും ഫ്രാൻസിലെ ഫിലിപ്പ് രാജാവും തമ്മിൽ. അതിനുശേഷം 1215 എന്ത് മാഗ്ന കാട്ട ഒപ്പുവെക്കുന്നത്. 1215 മാഗ്ന കാട്ട മഹത്തായ ഉടമ്പടി ഒപ്പുവെക്കുന്നത്. 1603 ആര് ജെയിംസ് ഒന്നാമൻ സ്റ്റുവർട്ട് രാജവംശം സ്ഥാപിക്കുന്നു. 1603 ജെയിംസ് ഒന്നാമൻ സ്റ്റുവർട്ട് രാജവംശം സ്ഥാപിക്കുന്നു. സ്റ്റുവർട്ടിൽ പ്രധാനമായിട്ടും നമ്മൾ 4 രാജാക്കന്മാരെ പഠിച്ചില്ലേ, ജെയിംസ് ഒന്നാമൻ, ചാൾസ് രണ്ടാമൻ, ജെയിംസ് രണ്ടാമൻ.
അങ്ങനെ 1625 ജെയിംസ് ഒന്നാമൻ അന്തരിക്കുകയും ചാൾസ് ഒന്നാമൻ അധികാരത്തിൽ വരികയും ചെയ്യുന്നു. 1628 സ്പെയിനുമായിട്ട് യുദ്ധം വരുന്നു നമ്മൾ പഠിച്ചു. 1628 അതിനോടനുസരിച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്ത് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് 1628. പിന്നെ നമുക്കറിയാം 1629 മുതൽ 1640 വരെ ഇറ ഓഫ് ടൈറണി 11 വർഷം ഏകാധിപത്യ ഭരണം. ചാൾസ് ഒന്നാമന്റെ ഏകാധിപത്യ ഭരണമാണ് ഇറ ഓഫ് ടൈറണി. പിന്നെ 1640 വീണ്ടും സ്കോട്ട്ലൻഡുമായിട്ടൊരു യുദ്ധം വരുമ്പോൾ പാർലമെന്റിനെ വീണ്ടും വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ 1640 മുതൽ 1660 വരെ നീണ്ട പാർലമെന്റ്, ലോങ് പാർലമെന്റ്. പിന്നെ 1642 നമുക്കറിയാം ഒലിവർ ക്രോംവെൽ ന്യൂ മോഡൽ ആർമി സ്ഥാപിക്കുന്നു ഇംഗ്ലണ്ടിൽ. ഒലിവർ ക്രോംവെൽ ന്യൂ മോഡൽ ആർമി സ്ഥാപിക്കുന്നു. 1649 എന്താണ് ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു. 1649 ചാൾസ് ഒന്നാമനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു. 1658 നമുക്കറിയാം ഒലിവർ ക്രോംവെൽ അന്തരിക്കുകയും 1660 ചാൾസ് രണ്ടാമൻ രാജാവാകുകയും ചെയ്യുന്നു. 1685 പിന്നെ ജെയിംസ് രണ്ടാമൻ അധികാരത്തിൽ വരുന്നു. അങ്ങനെയാണ് 1688 എന്ത് സംഭവിക്കുന്നത്? ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം സംഭവിക്കുന്നത്. 1688 നമുക്കറിയാം 1689 ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെക്കുന്നു. 1689 ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ വിപ്ലവങ്ങൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ഈ വർഷങ്ങൾ മാത്രം കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയൊക്കെ ഏകദേശം നമ്മളൊരു കഥ കേൾക്കുന്ന പോലെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ വളരെ വളരെ എളുപ്പമായിരിക്കും. ഇപ്പം ഓക്കെ, താങ്ക് യു.